ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. തുലാക്കൂറ്, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ രാശിക്കാർക്ക് സൂര്യനും ബുധനും ജൂൺ 14 വരെ അഷ്ടമത്തിലും തുടർന്ന് ഭാഗ്യസ്ഥാനത്തും, കുജൻ സപ്തമഭാവത്തിലും, ശുക്രൻ ജൂൺ 12 വരെ അഷ്ടമത്തിലും തുടർന്ന് ഭാഗ്യസ്ഥാനത്തും, ഗുരു അഷ്ടമത്തിലും, രാഹു 6-ലും, കേതു വ്യയസ്ഥാനത്തും, 5-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. കടബാധ്യതകൾ വർദ്ധിക്കാതെ നോക്കുക. എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഗൃഹാന്തരീക്ഷം സന്തോഷകരമായിരിക്കില്ല. വിവാഹാലോചനകൾ മുടങ്ങുവാനും സാധ്യത കാണുന്നു. യാത്രാവേളയിൽ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. കടം കൊടുത്ത പണം തിരിച്ചു ലഭിക്കുവാൻ പ്രയാസമേറും. അസമയത്ത് അപരിചിതങ്ങളായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണക്കുറവുണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിസിനസ് രംഗം മന്ദഗതിയിലാകും. സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഈ രാശിക്കാർക്ക് സൂര്യനും ബുധനും ജൂൺ 14 വരെ 7-ാം ഭാവത്തിലും തുടർന്ന് അഷ്ടമത്തിലും, കുജൻ 6-ാം ഭാവത്തിലും, 7-ൽ ഗുരുവും, ശുക്രൻ ജൂൺ 12 വരെ 7-ലും തുടർന്ന് അഷ്ടമത്തിലും, 4-ൽ ശനിയും, 5-ൽ രാഹുവും, 11-ൽ കേതുവും സഞ്ചരിക്കുന്നു. ഗൃഹാന്തരീക്ഷം ശാന്തമായിരിക്കുമെങ്കിലും കൂടെ സമാധാനഭംഗം അനുഭവപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയുന്ന സമയമാണ്. ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ചെലവ് അധികരിച്ചിരിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായസവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ജൂൺ 14 വരെ സൂര്യനും ബുധനും 6-ാം ഭാവത്തിലും തുടർന്ന് സപ്തമഭാവത്തിലും, 5-ൽ കുജനും 6-ൽ ഗുരുവും, ശുക്രൻ ജൂൺ 12 വരെ 6-ലും തുടർന്ന് 7-ാം ഭാവത്തിലും, ശനി 3-ലും, രാഹു 4-ലും, കേതു കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നു. പൊതുവെ ഗുണപ്രദമായ സമയമാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമായ മാസമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ കത്തുകൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ബലപ്പെടുത്തുന്ന സമയമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ ലഭിക്കും. ബിസിനസ്സുകാർ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. തൊഴിൽ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ പറ്റും. പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ട സമയമാണ്. കൃഷിക്കാർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവും. നാനാതരത്തിൽ പ്രോത്സാഹനം ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ ധനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക. മകരക്കൂറ്, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ആദിത്യനും ബുധനും ജൂൺ 14 വരെ 5-ാം ഭാവത്തിലും തുടർന്ന് 6-ലും, 4-ാം ഭാവത്തിൽ കുജനും, ഗുരു 5-ാം ഭാവത്തിലും, ശുക്രൻ ജൂൺ 12 വരെ 5-ാം ഭാവത്തിലും തുടർന്ന് 6-ാം ഭാവത്തിലും, ശനി 2-ലും, രാഹു 3-ാം ഭാവത്തിലും, കേതു ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്നു. ഗൃഹത്തിൽ ഇടവിട്ട് സന്തോഷപ്രദമായ അന്തരീക്ഷം സംജാതമാകും. ചില പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണമെന്ന് തോന്നുമെങ്കിലും അതിൽ നിന്ന് പിന്മാറും. അനുയോജ്യമല്ലാത്ത കൂട്ടുകെട്ട് വന്നു ചേരാതിരിക്കുവാൻ ജാഗ്രത പാലിക്കുക.
കോടതി കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വ്യാജ ഉദ്യോഗദാതാക്കളുടെ വലയിൽ വീഴരുത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ജാഗ്രത പുലർത്തുക. ബിസിനസ്സുകാർക്ക് വളരെ പ്രയാസപ്പെട്ട സമയമാണ്. പങ്കാളികൾ ഉള്ള ബിസിനസ്സാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട നല്ല അവസരങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുരുട്ടാതിമുക്കാൽ. ഈ രാശിക്കാർക്ക് സൂര്യനും ബുധനും ജൂൺ 14 വരെ 4-ാം ഭാവത്തിലും തുടർന്ന് 5-ലും, കുജൻ 3-ലും, ഗുരു 4-ാം ഭാവത്തിലും, ശുക്രൻ ജൂൺ 12 വരെ 4-ാം ഭാവത്തിലും തുടർന്ന് 5-ാം ഭാവത്തിലും, ശനി ജന്മത്തിലും, രാഹു 2-ാം ഭാവത്തിലും, കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്നു. പുതിയ ഗൃഹം പണിയുന്നതിന് അനുയോജ്യമായ സമയമാണ്. തറവാട്ട് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെപ്പറ്റി സഹോദരങ്ങളുമായി ആലോചിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാവും. പുതിയ ധനമാർഗങ്ങൾ തുറന്നു കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാകുന്നതിൻ്റെ സൂചന കണ്ടു തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് ഭേദപ്പെട്ട സമയമാണ്. നല്ല മാർക്കുകൾ കരസ്ഥമാക്കുവാൻ കഴിയും. ബിസിനസ്സുകാർക്കും ഗുണപ്രദമായ മാസമാണ്. പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയാലോചനയിലൂടെ തീർക്കുവാൻ പറ്റും. കടബാധ്യത കുറഞ്ഞു വരും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ വൈകിയാണെങ്കിലും ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. മീനക്കൂറ്. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഈ രാശിക്കാർക്ക് സൂര്യനും ബുധനും ജൂൺ 14 വരെ 3-ാം ഭാവത്തിലും തുടർന്ന് 4-ലും, കുജൻ 2-ലും, ഗുരു 3-ാം ഭാവത്തിലും, ശുക്രൻ ജൂൺ 12 വരെ 3-ലും തുടർന്ന് 4-ാം ഭാവത്തിലും, ശനി വ്യയസ്ഥാനത്തും, ജന്മത്തിൽ രാഹുവും 7-ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നു. പ്രവർത്തന രംഗത്ത് അമളികൾ പറ്റുവാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന വസ്തുവിൽപ്പന നടക്കുവാൻ സാധ്യതയില്ല. വിനോദസഞ്ചാരങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപരിചിതങ്ങളായ സ്ഥലങ്ങളിൽ അസമയത്ത് സഞ്ചരിക്കരുത്. വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നം ആവശ്യമായി വരും. ബിസിനസ്സുകാർ പല അഗ്നിപരീക്ഷകളെയും അതിജീവിക്കേണ്ടി വരും. തൊഴിൽ തർക്കമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂവും സുഗമം ആകണമെന്നില്ല. രാഷ്ട്രീയക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക.